പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. പിടിക്കുക, വാട്ട് ഇസ് പീസ്? എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. അതെന്ത് ചെയ്യണം? എല്ലാവരോടുമാണ്, ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം? സമാധാനത്തിൽ വർത്തിക്കണം. അപ്പോൾ സമാധാനത്തിൽ വർത്തിക്കണത്, സമാധാനം ഇത് വർത്തിക്കണത് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അതല്ല. സമാധാനത്തിൽ വർദ്ധിച്ചു കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 12:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ. ബൈബിള് ഇത് റോമ 12 കണ്ടത്. 12:18 എന്താ പറഞ്ഞത്? കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത്? അതാണ് വീണ്ടും ഹെബ്രായർ വരുമ്പോൾ 12:14 പറയും. എന്താണ്? സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ, സമാധാനത്തോടെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. അപ്പൊ സമാധാനത്തെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതായത് മൂന്നാമത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത്. മറിച്ച് എന്താണ്? ആ കോളങ്ങൾ, പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കുകയാണ്, പത്രം മേടിച്ചു ഉടമ്പടി പുതുക്കിത്താ, ഞങ്ങൾക്ക് PR ഇപ്പം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് മരുമകൾ പറയണ്ടെന്ന് അവരോട്. അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കുന്നത്. പണ്ടാരം നിങ്ങളെ കാര്യങ്ങൾ മറിച്ച് നിങ്ങൾ ഈ മരമറിയാതൊന്നും കൊടിയിടരുത് കേട്ടോ. ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ്. ദൈവത്തിൻ്റെ ഞാൻ നിങ്ങൾ പറഞ്ഞത് പോർഷൻ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോഴേ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഒരു പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം, ഭൗമാകർഷണം, പ്രാർത്ഥനയുടെ ഭൗമാകർഷണമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട്, ജോലി, കല്യാണം, വിവാഹം, മക്കൾ, ഭൗമാകർഷണമാണ്. ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. 6 കാര്യം എഴുതിയാൽ പിന്നെ വണ്ടി എഴുതും. ദൈവമേ അത് പറഞ്ഞു പോയല്ല. 6 കാര്യം അവർ എഴുതിയേ, പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ. എൻ്റെ മക്കളെ, നിങ്ങൾ എഴുതിയ കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത്. അല്ല, ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ പെൺമക്കളെ, അതായത് ഇപ്പം നിങ്ങൾ 6 കാര്യം എഴുതി പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്കണമെങ്കിൽ 90 ദിവസം കഴിയണം. അത് 90 ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനി 6 കാര്യം തീർന്നില്ല, വേറെയും കുറേ കാര്യം ആലോചിച്ച് എഴുതിയില്ലെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാതിരിക്കണം. നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ 6 കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല, പിന്നെ കാര്യം കിടക്കുകയാണ്. അത് കാരണം ഇനി അനിയത്തിനെ മകളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവളെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും. എന്തിനാണ്? അവൾക്ക് ആധ്യാത്മികമായ പ്രവർത്തനം എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതല്ല, അവളുടെ ഉടമ്പടിയിൽ ഇവളുടെ കാര്യം എഴുതി ചേർക്കാൻ വേണ്ടിയാണ്. എന്തൊരു പണ്ടാരം! ഇത് ഭൗമാകർഷണമാണ് മുഴുവനും. പൊങ്ങത്തില്ല, പറയാർത്ഥം മുള്ളോട്ട് പോകത്തില്ല. ദൈവാകർഷണത്തിൻ്റെ കണ്ടന്റ് അവിടെ വേണം. ദൈവത്തിന് എന്താണ് പ്രയോജനം? അതാണ് വിഷയം. നിങ്ങൾ ഓരോ ഉടമ്പടി കണ്ടന്റിൽ എഴുതുമ്പോൾ, ഇൻറ്റൻഷൻ എഴുതുമ്പോൾ, നിയോഗം എഴുതുമ്പോൾ ഇതിന് ദൈവത്തിന് എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വെക്കും. ഈ കച്ചവടത്തിൽ, ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നാൽ പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊങ്ങും. മനസ്സിലായില്ലേ? ഉടമ്പടി ഞാനും പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ്. ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ. നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ്? ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകമുണ്ട്, അതുപോലെ തന്നെ മോശ അനുഭവങ്ങളിൽ നിന്ന് ഇൻകമുണ്ട്. മോശ അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത്, കൃപയുടെ വരവുള്ളത്. കാര്യം എന്താ? ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും. നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരേ സമയം തന്നെ. ഈ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട്, അറിയാമല്ലോ. നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ഈ ശക്തി ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ 1 കൊറിന്ത്യസ് 12:9 എന്താണ്? ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട്. Take the word of God. Hallelujah. 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 2 Corinthians 12:9. 2 Corinthians 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഒന്ന് പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ കുരിശ് ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകുന്നത്. എന്നുവെച്ചാൽ ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്, സന്തോഷാനുഭവങ്ങളിലല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കട്ടെ. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ക്രിസ്തു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത്യാഹിതം, ഉരുളപൊട്ടലായാലും ശരി, വേറെ എന്ത് അത്യാഹിതമായാലും ശരി, അതിനെല്ലാം ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബൈബിൾ നിങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് പറയും ഈ സംഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ബലപ്പെടാൻ പറ്റും. അവശേഷിക്കുന്നതിൻ്റെ ബലമാണ് വിഷയം. അത് ബലമെന്ന് പറയുന്നത് നമ്മുടെ ബോൺവിറ്റായ ബൂസ്റ്റർ കഴിച്ചുള്ള ബലമല്ല, നിത്യത വരെ നിലനിൽക്കുന്ന ബലമാണ്. കൈയടിക്കട്ടെ. എല്ലാ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും 16:23 അനുസരിച്ച് കൊണ്ട് ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇവിടെ സമാധാനം മനുഷ്യൻ കണ്ടെത്തേണ്ട ആരിലാണ്? ക്രിസ്തുവിലെ. എന്താ കാര്യം? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കും. എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കാൻ പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ക്രിസ്തുവിൽ. കൈയടിക്കട്ടെ. യോഹന്നാൻ 16:33 ഇപ്പൊ പറയണത്. എന്താ പറയണത്? എന്നിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ. ആ ധൈര്യം ആയിരിക്കേണ്ടത് ക്രിസ്തുവിലാണ്. എന്താ കാര്യം? നമ്മൾ തോട് കാണുമ്പോൾ നമ്മൾ വിറച്ച തല്ലി അവിടെ നിൽക്കുന്നത്, മുങ്ങുക, കഴുത്ത മുങ്ങുക, ഒഴുകി പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ കയ്യെ പിടിക്കണത്. ആരാണത്? അവൻ കടൽ ചാടിയവനാണ്. നമ്മുടെ മുമ്പേ പിടി. തോട് ചാടാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ മുമ്പേ കയ്യെ പിടിക്കുന്ന ആരാണ്? കടൽ ചാടിയവനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ധൈര്യം കിട്ടും. അതാണ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാനിരിക്കുക തിബേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പോസ്തലന്മാർക്ക് അപ്പം ചുട്ട് കൊടുത്ത് കടപ്പുറത്ത് പോയി വെറുതെ ഇരുന്ന്. കർത്താവ് ഇരുന്ന സ്ഥലമല്ലേ. അപ്പം തിബേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പം കനലെ വെച്ചു, മീനെ കനലെ വെച്ച് ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട് വെളുപ്പയും കാലത്ത്. അപ്പോൾ അവിടെ പോയി വെറുതെ ഇരുന്ന്. കാരണം അപ്പം ഞാനിരുന്നത് പക്ഷേ വൈകുന്നേരമാണ്, ഇരുന്നത് ശരിക്കും വെളുപ്പാൻ കാലത്താണ്. അപ്പം ഞാൻ ഗലീലെ കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ 10 ദിവസം എവിടെ വെച്ചായിരിക്കും ചാടിയിരിക്കണത്. കർത്താവിനെ കണ്ടപ്പോഴേ തുണി കളഞ്ഞ് ഇല്ലാതിരുന്ന അവൻ തുണി എടുത്തുകൊണ്ട് വെള്ളത്തിലോട്ട് ചാടിയെന്ന് പറഞ്ഞില്ലേ? ചാടിയിട്ടാണല്ല അവൻ നീന്തി പിന്നെ കരകയറി നടന്നു വന്നത്. കർത്താവിനെ കണ്ടപ്പോൾ അവൻ ചാടിയില്ലേ? ഇപ്പം കർത്താവിനെ മറുകരെ കാണുമ്പോൾ ചാടണമെങ്കിലേ അവന് ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത്? പണ്ടിതുപോലെ പുള്ളിക്കാരൻ കടലിൻ്റെ മീതെ നടന്നില്ലേ? അപ്പോഴേ കാറ്റ് പിടിച്ചില്ലേ? അപ്പോഴേ അവൻ മുങ്ങിപ്പോയില്ലേ? അപ്പോഴവനെ പിടിച്ചില്ലേ? ആ പിടിച്ച ആൾ തന്നെയാണല്ലോ കരക്ക് നിൽക്കണത്.
അപ്പം ഞാനിവിടെ മുങ്ങിപ്പോകത്തില്ല. ഞാൻ മുങ്ങിപ്പോയാലും അവൻ നടന്നു വന്ന് എന്നെ പിടിക്കും. ക്രിസ്തുവിലുള്ള ആ പഴയ അനുഭവങ്ങളാണ് അവനെ കടലിലേക്ക് ചാടാൻ 10 ദിവസം സഹായിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ആ കടൽ നമ്മുടെ കടൽ പോലെയല്ല, ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്, ആഴമുണ്ട് ശരിക്കും. ഒരു 30 മീറ്റർ അകലെയാണെന്ന് പറഞ്ഞാലും ഒരു 4 താഴ്ച 5 താഴ്ച ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവൻ ഇരുട്ടത്ത് ചാടണത്. അപ്പം പഴയ ഒരു അനുഭവം, എൻ്റെ മക്കളെപ്പോഴും ഓർക്കേണ്ടത് പഴയ അനുഭവങ്ങൾ എപ്പോഴും നോക്കണം. എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ പണ്ട് ദൈവം നിങ്ങളെ ഓൾറെഡി സ്ഥലം മോളിൽ നിന്ന് ഇപ്പം നൂലേക്കെട്ടി ഇറക്കിയ ആളല്ലല്ലോ. പണ്ട് ഇതുവരെ ജീവിച്ച് വരണമെങ്കിൽ എന്തുമാത്രം കണ്ണീരിൻ്റെ പുഴ നമ്മൾ നീന്തി കടന്ന് കാണും ഇല്ലേ? അപ്പം അത് ഓർക്കണം. അന്നെല്ലാം നിന്നെ രക്ഷിച്ച ദൈവം തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്നെ സമാധാനമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? റോമ 12:18 പോകുന്നതാണല്ലോ നമ്മൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തെ വർദ്ധിക്കുവാൻ. ആ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് അല്ലേ? ഹെബ്രായർ 12:14 എന്താ പറഞ്ഞത്? പറഞ്ഞ സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അവിടുത്തെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാത്ത അവസ്ഥയല്ല, കൃപയായ യേശുവിൻ്റെ ആളായ്മ തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി പരിശ്രമിക്കുന്നെന്നാണ് പറയണത്. സമാധാനം അതാണ് പറയണത്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്താൻ എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ജീസസ് പറ്റത്തില്ലെന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിലാണത് കണ്ടെത്തേണ്ടതെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിന്നെ എന്നിൽ സമാധാനം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അപ്പം നിങ്ങളോട് ഞാൻ ഇത് മാത്രമല്ല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ദൈവവചനം എന്തിനാണ്? നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? സമാധാനം കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? കൃപ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? ധൈര്യം കണ്ടെത്തണം. അല്ല, നിലനിൽപ്പിൻ്റെ എല്ലാ വരങ്ങളും കണ്ടെത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ അവസാന വാക്ക് ആൽഫയും ഒമേഗയുമാണ്. നിന്റെ കർത്താവ് കൈയടിക്കട്ടെ. മക്കളെ, നമ്മുടെ പരസ്പരമുള്ള ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടും മുൻനിർത്തിക്കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ നിങ്ങൾ പുനഃക്രമീകരിക്കുന്നത് സുവിശേഷ വിഹിതമായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തുല്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത രീതിയുടെ ഓരോ കാര്യങ്ങളിലും ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം? ക്രിസ്തുവായിരിക്കണം എല്ലാ വിഷയങ്ങളുടെ മേലും. അപ്പോൾ നമ്മൾ ആകുന്നിടത്തോളം എല്ലാവരും സമാധാനം വർദ്ധിക്കണം. എന്താണ്? വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അപ്പോൾ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം. കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം, അതുപോലെ തന്നെ മോഹം, അതിനെതിരായിട്ടുള്ള വൈരാഗ്യം, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത്. ഉടമ്പടി ഉപവാസം ഇല്ലേ? അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കൊന്നും ചെയ്ത് കേട്ടോ. അത് ഏത് ജാതിയായാലും ഉപവാസം തന്നെയാണ്. അപ്പോൾ അത് എന്തിനാണ്? സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ, അതായത് കൃപയിലേക്കുള്ള യാത്ര, ക്രിസ്തുവിൻ്റെക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതല്ല, നമ്മൾ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൃപ എന്ന ആത്മീയ ബലം കൊണ്ടാണ്. ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ്, ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ഉപവി പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാം ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ 6 കാര്യമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല. ദൈവത്തിന് 600 കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സാബു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര കടവാണ്. ഉടമ്പടി എടുക്കണ മുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പന്നി വളർത്തുന്ന ആൾക്കാർ എന്തിനാണ് വളർത്തുന്ന ആൾക്കാർ? പന്നി ഒരു 3 മാസം കൂടുമ്പോൾ പ്രസവിക്കും, കുറേ കുഞ്ഞുങ്ങളെ കിട്ടും, വിൽക്കാൻ പറ്റും, അപ്പോൾ കുറച്ച് ലാഭം കിട്ടും. പക്ഷേ ഈ പുള്ളിക്കാരൻ ഗതി പിടിക്കണില്ല, പന്നി വളർത്തിയിട്ട് പോലും ഗതി പിടിക്കണില്ല. അപ്പോൾ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി, ഏതായാലും എനിക്കറിയാവുന്നൊരു പണി ഇതാണ്. ആ പണി പുള്ളി ചെയ്തപ്പോഴും ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ദൈവം ആശീർവദിച്ചപ്പോൾ സാബ് പറയണത്, ഞാൻ പന്നി വളർത്തി നല്ല പരിചയമുള്ള ആളാണ്,
പക്ഷെ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ 3 മാസം 21 ദിവസമാണ് പന്നി പ്രസവിക്കണത്. എൻ്റെ പന്നി ഇപ്പം 3 മാസം തികയുന്ന മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങിയെന്ന്. എനിക്ക് അർത്ഥം മനസ്സിലായില്ല എൻ്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയുകയാണ്. ആ പന്നിയുടെ ജനുസില്ല, അത് മാറ്റിയിട്ട് പറയുകയാണ് 20 കുഞ്ഞിന് പകരം 40 കുഞ്ഞിനാണ് ഈ സാധനം പ്രസവിക്കണമെന്ന്. സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടിക്കൊടുത്തു. ദൈവത്തിന് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ? ദൈവത്തെ നിങ്ങളുടെ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടിക്കരുത്. നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും. ആ സാബു ഒരു ദിവസം ഇവിടെ ഇവിടെ ഭയങ്കര സങ്കടം. എന്താ കാര്യം? വലിയ ശനിയാഴ്ച പുള്ളി വന്നത്, ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതേ. ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ ശനിയാഴ്ചയായി പോയി. വലിയ ശനിയാഴ്ചയായപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല. അത് പുള്ളി ധ്യാനം കൂടിയിട്ടില്ലെന്നോ, ധ്യാനം കൂടി ആ പ്രാവശ്യത്തെ ധ്യാനം കൂടില്ലെന്ന് തോന്നുന്നത്. വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ കൃപാസനം പൂട്ടിക്കല്ല, ആൾക്കാർ കയറി മൗനമായി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ശുശ്രൂഷ ഒന്നുമില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായി. അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നില്ല എന്ന് പറഞ്ഞില്ല, സങ്കടപ്പെട്ടില്ല. പെട്ടെന്ന് ഒരു മുല്ലപ്പൂ മണം ഇങ്ങനെ കയറി ചുഴന്ന് നിന്ന്. നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെയ് വെച്ചിരിക്കുകയാണ്. നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് സംസാരിക്കും. എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത്. എൻ്റെ പേര് ഉഷ തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നും തെക്കൻ താമരശ്ശേരിയിൽ നിന്നും വരികയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 19-ാം തീയതി 2022 ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മോൻ +2 കഴിഞ്ഞ് എന്തെടുക്കണം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റാതെ വളരെ വിഷമത്തിൽ കൺഫ്യൂഷനിൽ നിന്ന് മോൻ വളരെയേറെ വിഷമിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ മാതാവേ, എനിക്ക് ഉടമ്പടി എടുക്കാൻ വരാൻ പറ്റുന്നില്ല എങ്കിലും അമ്മ എൻ്റെ മോനൊരു തീരുമാനം എടുത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനോ തീരുമാനത്തിലെത്താനും കഴിഞ്ഞു. അന്ന് മുതൽ അമ്മയോട് ഒരുപാട് അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വിദേശത്തു നിന്നും എൻ്റെ അനുജത്തിയും ചേച്ചിയും നാട്ടിലെത്തുന്നത്. അവർ ഇവിടെ കൃപാസനത്തിൽ വരുന്നെന്ന് കേട്ടപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോടും കൂടെ പോന്നോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ജസ്റ്റ് അവരെൻ്റെ ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ 2 ദിവസമുള്ളൂ, അതുകൊണ്ട് പക്ഷേ ഉടമ്പടി എടുക്കാൻ സമയമില്ല, നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിച്ച് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കിവിടെ മാതാവിൻ്റെ അരികിൽ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി സമർപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു, അവരും ചേച്ചി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷീറ്റ് പേപ്പർ എൻ്റെ കയ്യിലുള്ളത് എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അനിയത്തിയും പറഞ്ഞു ഞാൻ എഴുതിയിട്ടില്ല. പകുതി ഷീറ്റ് അവൾക്കും കീറി കൊടുത്ത് ഞങ്ങൾ 3 പേര് പ്രയർ കയ്യിലെടുത്തു. ചേച്ചി പറഞ്ഞു നമുക്കിനി മാതാവിൻ്റെ അരികിൽ, അപ്പോൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലോട്ടോയിൽ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾ പോയി. അവർ 2 പേര് ഈ പ്രയർ അവരുടെ കയ്യിലുള്ളത് വെച്ചെങ്കിലും എനിക്ക് വെക്കാൻ കഴിയുന്നില്ല. ഞാൻ മാതാവിനെ നോക്കുമ്പോൾ മാതാവ് എന്നോട് ചോദിക്കുകയാണ്, ഈ ഒരു തൊണ്ട് കടലാസിലുള്ള കാര്യങ്ങളേ ഉള്ളൂ നിനക്ക് എൻ്റെ അടുത്ത് പറയാമെന്ന്. തീർച്ചയായിട്ടും ആ നിമിഷം ഞാൻ മാതാവിനെ വിളിക്കുകയായിരുന്നു, അമ്മേ നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ ഈ ഭൂമിയിൽ എനിക്ക് നീ ഒപ്പം വേണമെന്ന് ഉറച്ച് തീരുമാനിച്ച് മാതാവിനെ വിളിച്ച ആ നിമിഷം മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി. തിരിച്ച് ഞങ്ങൾ അകത്ത് കയറുമ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എൻ്റെ ചേച്ചി തന്നെ പറഞ്ഞു, പക്ഷേ നീ ഒരു കാര്യം ചെയ്യുന്നു, എനിക്കൊക്കെ ഒരുപാട് കാര്യം, എനിക്ക് സ്വന്തമായൊരു വീടില്ല, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ഉടമ്പടി എടുക്ക്, മാതാവ് ഇടപെട്ട് നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ലൈനിൽ നിന്നു. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് 3-ാം ദിവസം തന്നെ ആദ്യമായി ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ജീവിതം തിരിച്ചു തന്നത്. അമ്മയ്ക്ക് പെട്ടെന്ന് കഫക്കെട്ട് മൂലം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് താഴ്ന്ന് അമ്മ കുഴഞ്ഞു വീണു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു സിറ്റി ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കണം, ICU ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവാണെന്ന്. തിരിച്ച് ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഷുഗർ ലെവൽ 34 വരെയായി. 34% എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ആ നിമിഷം ഫോൺ കോൾ വരുന്ന സമയം ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈ കാശുരൂപം കയ്യിൽ എൻ്റെ നെറ്റിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ അമ്മ ഇവിടുന്ന് പോയാലും
10 ആരോഗ്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തന്നാൽ, കൃപാസനത്തിൽ വന്ന എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആദ്യ സാക്ഷ്യമായിട്ട് ഞാൻ ഇത് വെളിപ്പെടുത്തിയേക്കാം, സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഫസ്റ്റ് ഗ്ലൂക്കോസ് ഒരു ബോട്ടിലോട്ട് തന്നെ അമ്മയുടെ ഗ്ലൂക്കോസ് ഷുഗർ ലെവൽ കൂടാൻ തുടങ്ങി. അങ്ങനെ രാത്രി 1:30 മണിയോടെ ആയപ്പോഴേക്കും 34 നിന്ന് 58 എത്തി. ഞാൻ പുലരോളം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഫോൺ കോൾ വിളിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. പുലർന്ന് ഒരു 5:30 ആയപ്പോഴേക്കും നോർമൽ സ്റ്റേജിലായി, ഷുഗർ ലെവലും പ്രഷർ ലെവലും നോർമൽ സ്റ്റേജിലായി. അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി. അതോടൊപ്പം തന്നെ മാതാവ് ആ നിമിഷം തന്നെ 55 വർഷമായി അമ്മയ്ക്ക് വെറ്റിലമുറുക്ക് ദുശീലമുണ്ടായിരുന്നു. ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും പറഞ്ഞാലൊന്നും അമ്മ അത് നിർത്താനുള്ള ഒരു ഇതില്ലായിരുന്നു. ഭയങ്കര ടെൻഡൻസി ആയിരുന്നു, വെറ്റില എപ്പോഴും വായിലിട്ടുകൊണ്ടിരിക്കണം. അത് ഈ ദിവസം തന്നെ എടുത്തു മാറ്റിയത് അമ്മ തന്നെ അറിഞ്ഞില്ല. തിരിച്ച് 15 ദിവസത്തിന് ശേഷം ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മ തിരിച്ച് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിശയമായിപ്പോൾ സുന്ദരിയായ ഒരു അമ്മ, പൂർണ്ണ ആരോഗ്യത്തോടെ, ഫേസെല്ലാം ചേഞ്ചായി. എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി അമ്മയിൽ ഞാൻ കണ്ടു. തിരിച്ചു തന്ന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 3-ാം ദിവസം എൻ്റെ ബ്രദറിൻ്റെ കുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവന് എപ്പോഴും ഫോൺ വേണം. 2 വർഷക്കാലം കൊറോണയുടെ സമയത്ത് ഫോൺ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫോണിന് കുറച്ച് അഡിക്റ്റ് ആയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തെല്ലാം എപ്പോഴും ഫോണിൻ്റെ മുമ്പിലല്ലാണ്ട് അവൻ ഇരിക്കില്ല, ഫോണില്ലേ ഭക്ഷണം കഴിക്കില്ല. ആ രീതിയിലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം എൻ്റെ മക്കൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ആൻറ്റി, എൻ്റെ ഒരു കണ്ണ് കാണാൻ കഴിയുന്നില്ല, എനിക്ക് കാഴ്ച കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ആ സമയത്ത് പറയാൻ തോന്നി, നിൻ്റെ അടുത്ത് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞു ഫോൺ ഉപയോഗിക്കരുതെന്ന്, ഇപ്പോൾ കണ്ടില്ലേ കാഴ്ച നഷ്ടപ്പെട്ടണേ ആൻറ്റി, ഞാനിനി തൊടുകയില്ലേ ഫോണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ആ കുട്ടി ഇന്ന് മുതൽ ഈ നിമിഷം വരെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അവരുടെ മമ്മി കോൾ ചെയ്യുമ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ജസ്റ്റ് കണ്ട് സംസാരിക്കുന്നല്ലാണ്ട് ഫോൺ എടുത്തിട്ടില്ല. അത് വലിയൊരു കൃപയാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത്. പിന്നെ 3-ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോള് 10th കഴിഞ്ഞപ്പോൾ +1ലാണ്. 10th ഫസ്റ്റ് സെം എക്സാം സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. സപ്പോർട്ടില്ലാണ്ട് ഇരിക്കാൻ കഴിയില്ല. ഡോക്ടർ അടുത്ത് ചിലപ്പോൾ പറഞ്ഞു വൈറ്റമിൻ D3യുടെ ഭയങ്കര അഭാവമുണ്ട്, ബോൺസ് പെയിൻ അതുകൊണ്ട് വരണേന്ന് പറഞ്ഞു. ഞാൻ പില്ലോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് മോള് വായിക്കും. അങ്ങനെ ഫസ്റ്റ് സെം എക്സാം കംപ്ലീറ്റ് ചെയ്തു. 2ാമത്തെ സെം ആയപ്പോഴേക്കും ടാബ്ലറ്റ് എല്ലാം എടുത്തിട്ട് പോയാലും ഭയങ്കര പെയിനാണ്. അവൾ ടീച്ചർ സെപ്പറേറ്റ് അവൾക്ക് ചെയർ ഇട്ട് കൊടുത്ത് ടീച്ചറിൻ്റെ ഒപ്പം ഇരുത്തിയാണ് അവളെ ക്ലാസ്സിനൊക്കെ ഇരുത്തിയിരുന്നത്. സപ്പോർട്ടില്ലാണ്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ മോളുടെ ഈ ബാക്ക് പെയിൻ ഒന്ന് എടുത്ത് മാറ്റണം. ഇന്നേ വരെ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മോന് അലർജിയുടെ അസുഖം. ഞങ്ങൾ 15 വർഷക്കാലം ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ എൻ്റെ ഹസ്ബൻഡ് മരിച്ചോട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നപ്പോൾ ഈ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ കുട്ടിക്കാലം മുതലേ 2 വയസ്സുള്ളപ്പോൾ തുടങ്ങി അവിടുത്തെ വെതർ ചേഞ്ച് ആകുമ്പോൾ അലർജി ഉണ്ടാവും. ഒരുപാട് വിഷമിച്ചിരുന്നു ബ്രീത്തിങ് സമയത്ത്. ഒരു 5th സ്റ്റാൻഡേർഡിലെന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, മമ്മി ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മൂക്കൊന്ന് മുറിച്ച് കളയുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രീത്ത് കിട്ടാത്ത ഇതായതുകൊണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ ബ്രീത്ത് എടുക്കായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ഫലമായിട്ട് ഇപ്പോൾ 6 മാസമായി എൻ്റെ മോൻ ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ നന്നായി ബ്രീത്ത് എടുക്കുക. അലർജിയുടെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ദൂരെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. പിന്നെ തലവേദന ഉണ്ടാവും. വീട്ടിൽ ചെന്നാൽ എന്തായാലും ഞാൻ വോമിറ്റ് ചെയ്യണം ഇതായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ടാബ്ലറ്റ് കഴിച്ചിട്ട് വന്ന് തിരിച്ച് ചെന്ന് രാത്രിയായപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തലവേദന വിട്ടുപോയി. പിന്നത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വരണം, എൻ്റെ തലേ ദിവസം ഞാൻ ടാബ്ലറ്റ്, എൻ്റെ ബ്രദർ എനിക്ക് ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ആ ടാബ്ലറ്റ് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മാതാവേ നാളെ നിൻ്റെ അരികിൽ ഞാൻ വരാണ്. നാളെയെന്നല്ല, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന്, നീ എൻ്റെ ഒപ്പം വരുമെന്ന് വിളിച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കണോ കഴിക്കണ്ടേന്ന് അമ്മ നാളെ തീരുമാനിക്കും. രാവിലെ പുലരുമ്പോൾ ഞാനിത് കഴിച്ചിട്ടാണോ ഇറങ്ങേണ്ടതെന്ന് അമ്മ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു നുള്ള നേർച്ചുപ്പ് എൻ്റെ വായിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കിടന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ അലാറം വയ്ക്കുന്നതിന് മുമ്പേ എന്നെ ഉണർത്തി മാതാവ്. ഏറ്റവും നല്ല ഉണർവോടും കൂടി ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്നൊരു തലവേദന പോലും ഇല്ലാണ്ട് ഞാൻ തിരിച്ചു പോയി. ഇന്നും വന്നിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പോരും, ഒരു കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു. ഞാനിന്നും ഒരു തലവേദന പോലും ഇല്ലാണ്ട് നിമിഷം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും ചെറുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഹൈന്ദവ കൂട്ടുകാരി, അവളുടെ മോൻ IELTS +2 കഴിഞ്ഞ് UK പോകാൻ ഉപരിപഠനത്തിനായി പോകാനായിട്ട് IELTS പാസ്സായില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ അവൻ തോറ്റു. 2ാം സ്റ്റെപ്പിൽ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കാം. മോന് ഭയങ്കര വിശ്വാസിയാണ്. ഹൈന്ദവ കുട്ടിയാണെങ്കിലും നമ്മുടെ മക്കളേക്കാളേറെ മാതാവിൽ ആ കുട്ടിയുടെ ഭയങ്കര വിശ്വാസമുള്ള കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, മോന് മാതാവിൽ നല്ല വിശ്വാസമുള്ളതല്ലേ, മോൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ആൻറ്റി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. സെക്കൻഡ് എക്സാം ടൈമിൽ അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതി. സെക്കൻഡ് ടൈമിൽ തന്നെ അവന് പാസ്സായി കിട്ടി. ഇൻ്റർവ്യൂ സമയത്തും അതേപോലെ തന്നെ
എന്നെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ടോ. ഞാൻ പ്രാർത്ഥിച്ചു, അതും പാസ്സായി. പേപ്പേഴ്സ് എല്ലാം റെഡി ആയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പോകാൻ കഴിയില്ല ആൻറ്റി, മോൻ ധൈര്യമായിട്ട് പോയിക്കോ. എല്ലാം മെഡിക്കലെല്ലാം പാസ്സായി. അവൻ ഈ 3 ദിവസം മുമ്പ് UK എയർപോർട്ടിലൊന്നും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാതാവ്, അതും ഞാൻ തലേ ദിവസം ആ കുട്ടീനെ ഒന്ന് കണ്ട് വിഷയം പോയ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവനും എൻ്റെ അമ്മയും മുത്തശ്ശനെല്ലാം ചേർന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വരാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറേ സന്തോഷമായി. ഞാൻ എന്നിട്ട് കുറേ വിഷ് ചെയ്തിട്ട് തിരിച്ചു പോന്നു, പ്രാർത്ഥിക്കാൻ തിരിച്ചു പോന്നു. കഴിഞ്ഞിട്ട് അവൻ അവിടെ എത്തി, UK എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഷേ UK ഒരു കുഴപ്പമുണ്ടായില്ല, എയർപോർട്ടിലൊന്നും ചെക്കിങ്ങൊന്നും ഇല്ലാണ്ട് എൻ്റെ മോൻ നല്ല സുഖമായിട്ട് എത്തി, റൂമിലെല്ലാം എത്തി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇറങ്ങാൻ നേരത്ത് ഉഷേ മാതാവിൻ്റെ ഹോളി വാട്ടറാണ് അവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് നെറ്റിയിലും നിങ്ങളുടെ കുരിശടയാളം വരച്ച് ഞാൻ വിട്ടതെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്നവരാണ് ഇത്രയും മാതാവിൽ വിശ്വസിക്കുന്നത്. അത് ഒരുപാട് എനിക്ക് സന്തോഷം തന്നൊരു കാര്യമായിരുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിനോട് ഇനിയും ഒത്തിരി ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെ അമ്മയുടെ സ്ഥിരം സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അമ്മയ്ക്ക് 1000 നന്ദി. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ ജെസ്സി, പൂനെയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ക്രിസ്ത്യനാണ്. എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനല്ല. എൻ്റെ ഹസ്ബൻഡ് കിഡ്നി ഫെയിലിയർ ആയിട്ട് 2 വർഷമായിട്ട് പുള്ളിക്ക് ഡയാലിസിസാണ്. അപ്പോൾ പുള്ളി ഡോക്ടറായതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ എല്ലാത്തിനും. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു ADHD, അവൾ 28 വയസ്സുണ്ട്. അപ്പം ഞാൻ ഈ 2 പേരുടെയും കൂടി ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതിലിങ്ങനെ അതിവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളിൽ കൃപാസനത്തെ പറ്റി പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വരാൻ പറ്റില്ല, ഡയാലിസിസൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. അത് ഒരു സെറ്റപ്പിൽ നിന്ന് മറ്റേ സെറ്റപ്പിലേക്ക് ഡയാലിസിസിന് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കും ഒട്ടും വരാനായിട്ടുള്ളതുണ്ടായില്ല. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വല്ലാതെ സ്വപ്നത്തിലും ഈ കൃപാസനം വന്നു, അച്ഛനും വന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിവിടെ വരാൻ പറ്റും വേഗം തന്നെ. അപ്പോൾ ഞാൻ മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിച്ചു. പിന്നെ കഴിഞ്ഞ മാസം പെട്ടെന്ന് ഇങ്ങനെ എന്നോട് മാതാവ് പറയുന്ന പോലെ തോന്നി, നീ ഇന്ന ആൾക്ക് ഫോൺ ചെയ്യൂ ഇതെല്ലാം. അപ്പം ഞാൻ അത് തോന്നുന്ന പോലെ തന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മാതാവിൻ്റെ കൃപയോടെ എല്ലാം അറേഞ്ച് ആയി കിട്ടി. അതില്ലെങ്കിൽ ഡയാലിസിസ് സ്ലോട്ട് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് മാതാവ് പറഞ്ഞവർക്കെല്ലാം ഞാൻ ഫോൺ ചെയ്തു. അങ്ങനെ ഡയാലിസിസ് സ്ലോട്ട് ചെയ്തു. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഇവിടെ വന്നു. ഒരു കുഴപ്പമില്ലാതെ 2 ഡയാലിസിസും ഈ ലൂർദിൽ ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ തന്നെ 7 വർഷമായിട്ട് പുള്ളിക്ക് കാലിൻ്റെ ഉള്ളനടിയിൽ ചൊറിച്ചിൽ എല്ലാ മരുന്നുകളും ചെയ്തു. 7 വർഷത്തിൽ കൂടുതൽ തന്നെയായി. അതിന് ആയുർവേദം, അലോപ്പതി എല്ലാം ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ മോളിവിടെ വരാനിടയായി. അവൾ കുറേ ഈ നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കാലേ തേച്ചു. തേനും ഓയിലും ഉപ്പും തേച്ചതിനും ഇപ്പോൾ ഒരു 2% മാത്രമേ ഉള്ളൂ. 7 വർഷമായ രോഗം മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡയാലിസിസ് ഇപ്പോൾ 2 വർഷമായി. ഇന്ന് അച്ഛനെ കാണുവാനുള്ളൊരവസരം കിട്ടി, മാതാവിൻ്റെ അടുത്ത് വരാൻ പറ്റി. പിന്നെ എൻ്റെ മോളുമൊക്കെ അങ്ങനെയാണ്, ADHD ആണ്. അതുകൊണ്ട് അവൾക്കും ഈ അസുഖമൊക്കെ വരുമ്പോൾ എനിക്ക് 2 പേരെയും കൂടി മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷമായിട്ട് പിന്നെ കാണാതെ പോയ സാധനം ഞാൻ ഈ ഒരു കാശ് രൂപം ഞാൻ പോയി അന്വേഷിച്ച് നോക്കിയൊക്കെ വന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അന്വേഷിച്ചപ്പോൾ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അതിലൊത്തിരി വില പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി അതിന്. പിന്നെ എൻ്റെ മോൾക്ക് ഞാനിങ്ങനെ ഹസ്ബൻഡ് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുന്നതിന് മുമ്പാണ് ഭയങ്കര പനിയെന്ന് വെച്ചാൽ മരുന്നുകൊണ്ടൊന്നും മാറുന്നില്ലായിരുന്നു. 200, 100, 203 ഒക്കെ ഫീവർ ഉണ്ടായിരുന്നു. മരുന്ന് കൊടുത്തപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ ഡയാലിസിസിലിട്ടുണ്ട്. പുള്ളിയുടെ മോളിലെയും നോക്കിക്കൂടെ ഞാൻ കരയും മാതാവിനോട്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ മാതാവ്, ഓൺലൈനിലാണെങ്കിൽ എന്താണ് ഉടമ്പടിയല്ലേ, എനിക്കെന്താ ഇങ്ങനെ ഓടാൻ പറ്റുന്നത്, ഞാനെല്ലാം ചെയ്യുന്നല്ലോ, മാതാവ് പറയുന്നിടത്തേക്കൊക്കെ ഞാൻ ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇത് എനിക്ക് മോൾക്കിടെ അസുഖം കൂടി കൊണ്ടുവന്നത് കുറയ്ക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏതായാലും ഞാൻ അവളുടെ നെറ്റിൽ ഓയിലൊക്കെ പുരട്ടി മരുന്നുകൊണ്ടൊന്നും കുറവില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് പോയി, ഇനി ഞാൻ ഈ ഡയാലിസിസ് ഇന്ന് ചെല്ലുമ്പോൾ എൻ്റെ മോള് വന്ന് വാതിലുറക്കണം. 2-3 ദിവസമായിട്ട് അവൾ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ അവൾ വാതിൽ തുറന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഒട്ടും ഫീവറില്ല, മരുന്നൊന്നുമില്ലാതെ തന്നെ അവൾ സുഖം പ്രാപിച്ചു. പിന്നെ ഞാൻ അക്രൈസ്തവരായിട്ടുള്ള 2-3 പേർക്ക് പത്രവും ഈ തൈലമൊക്കെ കൊടുത്തു. അവരുടെ മുട്ടിൻ്റെയും നടുവിൻ്റെയൊക്കെ ഒത്തിരി പഴക്കമുള്ള രോഗങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം
ഇനി ഇവിടെ വരാൻ തന്നെ എന്നാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ വരാൻ പറ്റും എന്നുള്ളത്. എൻ്റെ പേര് ജിഷ. ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ്. 2019 ജനുവരി ഞാൻ മോനെ ഗർഭിണിയായിരിക്കുമ്പോൾ 8 ആഴ്ച വളർച്ചയുള്ളപ്പോൾ സ്കാൻ ചെയ്തു. അപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഹെവി ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഴപ്പമില്ല, പക്ഷേ സൂക്ഷിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെയും ഇതുപോലെ 2 തവണ ബ്ലീഡിങ് ഉണ്ടായി. അവസാനമായിട്ട് മാർച്ച് 3-ാം തീയതിയാണ് വളരെ നല്ല രീതിയിലൊരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ എൻ്റെ അമ്മ മാർച്ച് 1-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ 3 മക്കളാണ്. ഞങ്ങൾ 3 മക്കൾക്കും വേണ്ടിയുള്ള നിയോഗങ്ങൾ അമ്മ ഇവിടെ വെച്ചിരുന്നു. 7-ാം തീയതി എന്നെ ഇവിടുത്തെ കാശ് രൂപം അമ്മ ധരിപ്പിച്ചു. അതിനുശേഷം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായില്ല. 2019 ഓഗസ്റ്റ് എനിക്ക് എൻ്റെ മോന് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ലഭിച്ചു. അതാണ് ആദ്യത്തെ അനുഗ്രഹം. ആ വർഷം തന്നെ മറ്റൊരു അനുഗ്രഹം കൂടി നൽകി ഈ മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ UGC നെറ്റ് എൻ്റെ MCA കഴിഞ്ഞ കൊല്ലം തൊട്ട് എഴുതാറുണ്ടായിരുന്നു. ആകെ 5 തവണ എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ലായിരുന്നു. കാശുരൂപം ധരിച്ച് 2019 തന്നെ ഞാൻ വീണ്ടും എക്സാം എഴുതി. ഡിസംബറിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ UGC നെറ്റ് എക്സാം ഞാൻ പാസ്സായി. എനിക്ക് ഈ 2 അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. എൻ്റെ പേര് ബേബി സെബാസ്റ്റ്യൻ. ഞാൻ എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ 2017 ഒക്ടോബറിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. എന്നാൽ ഞാനിവിടെ 2014 മുതൽ 2020 ജനുവരി വരെ 1 മാസം പോലും മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്ന് അമ്മ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാനുള്ള വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ ഇളയ മകൾ ചെറിയൊരു പിടിവാശിക്കാരിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മയെ ചേച്ചിയുടെ പോലെ അമ്മ ആലോചിച്ചുകൊണ്ട് വന്ന കാര്യമൊന്നും ഞാൻ എടുക്കില്ല, ഞാൻ തന്നെ സ്വയം കണ്ടുപിടിക്കും, അത് എന്ത് ജാതിയാണെങ്കിലും അമ്മ എനിക്ക് നടത്തി തരണം, ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, മുസ്ലിമിന് ഞാൻ കെട്ടൂല. അപ്പോൾ ഞാൻ ഒന്നും അവളോട് പറഞ്ഞില്ല. ഞാൻ പറയാം അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ എന്താണ് ഈ കേൾക്കണത്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പരിസരവാൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനിയായിട്ട് മക്കൾ വളർത്താമെന്ന് പ്രതിജ്ഞ ചെയ്തല്ലേ അമ്മ, എന്തായതെന്ന് വെച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു. അമ്മേ, എൻ്റെ മകൾക്കൊരു ക്രിസ്ത്യാനി ചെറുക്കനെ കാണിച്ചു കൊടുക്കണേ, മദ്യപാനവും മറ്റ് ദോഷ സ്വഭാവങ്ങളുള്ള കുഞ്ഞാകരുതേ, നല്ലൊരു കുഞ്ഞിനെ എൻ്റെ മകൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ചോദിച്ചു, അമ്മ എന്തിനു വേണ്ടി കൃപാസനത്തിൽ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മകൾക്കൊരു ക്രിസ്ത്യാനി ചെക്കനെ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തരണം, അതിനു വേണ്ടിയാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി ചെക്കനെ എനിക്ക് ഉള്ളിൽ തോന്നിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അത് ശരിയാകുമെന്ന് പറഞ്ഞു. ഞാൻ അത് ഇവിടെ വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് മോളെയും കൂട്ടി കൊണ്ടുവന്ന് അച്ഛനോട് കാര്യം പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുവാദത്തോടെയും പ്രാർത്ഥനയോടെ ജനുവരി 20, 2020 മോളുടെ വിവാഹം മംഗളമായിട്ട് നടത്താൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മോള് ദുബായിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയപ്പോഴേക്കും മോള് തനിച്ചാണ് പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നാണ് പോയത്. അപ്പോൾ ഞാൻ കുറച്ച് രൂപ കൊടുത്തിട്ടും അമ്മേനോട് പറഞ്ഞു, അമ്മേ എൻ്റെ മോള് തനിച്ചാണ് പോണത്, ഈ പൈസ തീരുന്നതിന് മുമ്പ് എൻ്റെ മോൾക്ക് ഒരു ജോലി കൊടുക്കണം, പൈസ ഇല്ലാതെ എൻ്റെ മോള് വിഷമിക്കരുതെന്ന് പറഞ്ഞു. അവൾ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാതെ പോയത്. അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ അയച്ചു, ഇൻ്റർവ്യൂ എടുത്ത് 3 ദിവസത്തിനുള്ളിൽ അവൾക്ക് ജോലി കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോലി കയറി, ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൾക്ക് ജോലി ചെയ്ത് സന്തോഷമായിട്ട് അവൾ ജീവിച്ചു. അത് കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടുമായിരുന്നു, ഭയങ്കര തലവേദന, ഛർദിൽ, എല്ലാ ദിവസവും എന്നെ വിളിച്ച് കരച്ചിലാണ്. അമ്മ എനിക്ക് പറ്റണില്ല, അമ്മ എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് ഡിപ്രഷൻ പോലെയൊക്കെ തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ദിവസവും കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് കൃപാസന അമ്മയോട് ഉടമ്പടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവളോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നു, ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി, ഞാൻ എൻ്റെ അമ്മേ സഞ്ചാരി മാതാവേ, എൻ്റെ മോളുടെ നെറ്റിയിലാണ് ഞാനിത് പുരട്ടിയേക്കുന്നത് എന്ന് വിശ്വാസത്തിൽ ഞാൻ അമ്മയോട് പറയണ്. എൻ്റെ അമ്മ മോളുടെ അടുത്ത് ചെന്ന് മോളുടെ തലവേദനയും ഛർദിലും എല്ലാം മാറ്റി മോൾക്ക് ഉറക്കം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു, അമ്മ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഇപ്പം ഞാൻ ഹെൽത്ത് പ്രശ്നമില്ല, എനിക്കിഞ്ഞൊരു ജോലി ശരിയായാൽ മതി എന്ന് പറഞ്ഞു. അന്ന് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, അമ്മ എൻ്റെ ജോലി ഓക്കെയായി.
അപ്പോൾ ഞാൻ പറയും മോൻ കൃപാസന അമ്മയാണ് അവിടെ വന്ന് ഇതെല്ലാം നടത്തി തന്നത്, അമ്മയ്ക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ നേർന്നിട്ടുണ്ടായി, ഞാൻ എൻ്റെ മോൾക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ നന്ദി പറഞ്ഞോളാം എന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു. പക്ഷേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട്. എനിക്ക് ഒത്തിരി വർഷമായിട്ട് ഡിസ്കിന് നടുവേദനയുണ്ട്. പക്ഷെ ഞാനത് ഉടമ്പടി തൈലം പുരട്ടി തേൻ കഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകുമായിരുന്നു. മരുന്നൊന്നും പ്രത്യേകിച്ച് കഴിക്കില്ല. ചിലപ്പോഴൊക്കെ തീരെ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴത്തേക്കും ആയുർവേദം കഴിക്കും, കുറയില്ല, പിന്നെ അങ്ങനെ പോകും. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് മെഡിക്കൽ സ്റ്റേഷനിൽ ചെന്ന് അപ്പോൾ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡിസ്കിന് എക്സ്റേ എടുത്തപ്പോൾ തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്കിന്. അത് കഴിഞ്ഞ് MRI എടുത്തപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഡാമേജാണ് ഞരമ്പുകൾ. ഡിസ്കിൽ ഞരമ്പ് ബൾജ് ചെയ്ത് നിൽക്കണേണ്. എന്നിട്ട് ബെൽറ്റ് ഇട്ടിട്ട് പറഞ്ഞ് ഇനി ജീവിതകാലം മുഴുവനും ഈ ബെൽറ്റ് ഉപയോഗിക്കേണ്ടി വരും, പിന്നെ ഇനി കുമ്പിടാമെന്ന് വിചാരിക്കണ്ട, ഇനി ജീവിതകാലം മുഴുവനും കുമ്പിടാതെ ഭാരമൊന്നും എടുക്കാതെ സുഖജീവിതം കഴിച്ചാൽ മതി, ഭക്ഷണം കഴിക്കുക, കിടക്കുക, അതേ ഇനി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. MRI ചെയ്യാൻ കയറ്റിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്ന്, അമ്മയുടെ നീലങ്കി കൊണ്ട് എന്നെ പൊതിയണേ, എനിക്ക് ഓപ്പറേഷൻ വരാനുള്ള ഇടവരുത്തല്ലേ, കാരണം എൻ്റെ 2 പെൺമക്കളെയും കിട്ടിച്ച് ഭർത്താവും മരിച്ച് ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണ്ട അമ്മേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചത്. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഓപ്പറേഷൻ വേണ്ട, പക്ഷേ അമ്മച്ചി ഫുൾ റെസ്റ്റ് വേണം, അമ്മച്ചി ഇനി ജോലി എടുക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് സ്റ്റിറോയിഡൊക്കെയാണ് തന്നിരുന്നത്. അതോടെ എനിക്ക് വണ്ണം വച്ചു, വയറ് വന്ന് വീർത്തു, ആകെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഒരു 4 മാസം മരുന്ന് കഴിച്ചിട്ടും എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. അപ്പോഴെനിക്ക് ഒരു വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ, അമ്മ എന്തെങ്കിലും ഒരു പ്രതിവിധി എനിക്ക് തരണം, എനിക്ക് ഈ മരുന്ന് കഴിക്കാൻ പറ്റില്ല, ഇനി ഞാനില്ല മരുന്ന് കഴിക്കാൻ, എനിക്കൊരു കുറവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ അമ്മ വഴിയായി എനിക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു. ഞങ്ങളുടെ കസിൻ വഴി ഒരു ആളെ പരിചയപ്പെട്ടു. പുള്ളി തിരുമ്മി ഫിസിയോതെറാപ്പി ചെയ്ത് ഇപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയി. പിന്നെ മെഡിസിനെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ബെൽറ്റ് ഊരി മാറ്റി ഇപ്പോൾ കുമ്പിട്ട് നിവർന്നും എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ 6 മണിക്ക് ഇവിടെ വന്നതാണ്, ഇന്ന് നിലത്തായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ നിലത്ത് ധൈര്യമായിട്ട് അമ്മയുടെ മുമ്പിൽ വന്ന് നിലത്തിരിക്കലൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, എന്നിട്ട് പോലും എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ അമ്മേനെ പരിപാലിച്ചു. അതിന് അമ്മയ്ക്ക് 100 നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ 2020 മെയ് 27-ാം തീയതി രാത്രി ഞാൻ തനിച്ചാണ് കിടക്കുന്നത്. എൻ്റെ 2 പെൺമക്കളെയും വിവാഹം കഴിച്ച് അയച്ച് ഭർത്താവും മരിച്ചു പോയത് കൊണ്ട് ഞാൻ തനിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ അന്ന് മെയ്യില വണക്കമാസം എല്ലാം കൂടിക്കഴിഞ്ഞ് ഞാൻ കിടന്നു. അപ്പോൾ കിടക്കുമ്പോൾ കയ്യിൽ ജപമാല ചുറ്റി വെച്ച് ഞാൻ കിടക്കണത്, അതാണ് എൻ്റെ കൂട്ട്. അപ്പം എപ്പോഴും ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്, ഞാൻ അറിയണില്ല എപ്പോഴാണ് പോയതെന്നും. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഞാൻ ടോയ്ലറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ എണീക്കാൻ പോയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, വീണ്ടും ഞാൻ അവിടെ കിടന്നു. പിന്നെ എപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു വെളുപ്പാങ്കാലമായപ്പോൾ ഞാൻ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ഭാരം തലക്ക്. അപ്പോൾ ഇങ്ങനെ കൈ വച്ചപ്പോഴേക്കും കൈ നിറയെ ബ്ലഡ്. അപ്പം ഞാൻ ടോയ്ലറ്റിൽ തലകറങ്ങി വീണ് ബ്ലഡ് പോയി കിടക്കണേരുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ സഹായിച്ചത് കൊണ്ട് ആ ബ്ലഡ് ക്ലോട്ടായി. പക്ഷെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ 4 കാലിൽ ഇങ്ങനെ കുത്തി കൈകുത്തി നടന്ന് തൊട്ടപ്പുറത്ത് ഫോൺ ഇരിപ്പുണ്ടായി. ഫോണെടുത്ത് എൻ്റെ മോളെ വിളിച്ച് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാനിങ്ങനെ തലകറങ്ങി വീണ് തല പൊട്ടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല. രാത്രി ഡോറെല്ലാം ലോക്ക് ചെയ്ത് ഗേറ്റും ലോക്ക് ചെയ്ത് കിടക്കണേണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നെ ആരെങ്കിലും ഒന്ന് മരുന്നിന് കൊണ്ടുപോകണമെങ്കിൽ ഈ വീട് തുറക്കാതെ ഞാൻ എന്ത് ചെയ്യും അമ്മയെന്നും പറഞ്ഞ് അമ്മ എനിക്ക് തുറന്നതാമെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയോ 4 കാലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ഡോറ് തുറന്ന് മുകളിലും താഴെയും കുറ്റിയിട്ടുണ്ടായി. അത് തുറന്ന് ലോക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങി ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല, ഗേറ്റ് തുറന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞ അമ്മ ഒന്ന് വന്ന് ഗേറ്റ് തുറന്നതാ അമ്മേ, അല്ലാതെ ഞാനിത് എന്ത് ചെയ്യും. ഇങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞ് എനിക്കറിയില്ല എങ്ങനെയാണ് ഗേറ്റ് ഞാൻ തുറന്നു. ഗേറ്റ് തുറന്ന് എൻ്റെ നെയ്ബർ വന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഗേറ്റ് ചേച്ചി തുറന്നു, ഞാൻ എനിക്കറിയില്ല, കൃപാസന അമ്മ വന്ന് തുറന്നു തന്ന്. പിന്നെ എന്നെ കാറിന് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒരു തടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ ഗേറ്റ് തുറന്ന് ഞാൻ മുന്നോട്ട് വെക്കാൻ പറ്റാതെ വീൽ ചെയറിൽ എന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയത്. അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും എനിക്ക് റൂമിൽ പോലും എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അമ്മ എന്നെ അത്രയും കാത്തുരക്ഷിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആ ബ്ലഡ് തന്നെ ക്ലോട്ടായത് കൊണ്ട് മാത്രമാണ് ഈ ജീവൻ രക്ഷപ്പെട്ടത്.
നല്ല ദൈവാനുഗ്രഹമുള്ളതാണ്. അല്ലെങ്കിൽ ബ്ലഡ് പോയി ഞാനവിടെ കിടന്ന് മരിച്ചു. 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 4 സ്റ്റിച്ചിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ അടിച്ച് വീണ കൊണ്ട് ബ്ലഡ് ക്ലോട്ടാകാനോ ചതവുണ്ടാകാനോ സാധ്യതയുണ്ട്. MRI എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു. അപ്പോഴൊക്കെ ഞാൻ അമ്മനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടിരുന്നു, അമ്മേ ഒന്നും ഉണ്ടാകല്ലേ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞ്. അമ്മയുടെ ഈശോയുടെ സഹായത്താൽ ആ മുറിവ് വന്ന് ബ്ലഡ് പോയതല്ലാതെ ചതവോ ബ്ലഡ് ക്ലോട്ടിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അങ്ങനെ രക്ഷിച്ചു. പിന്നെ എനിക്ക് ഇയർ ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഇയർ ബാലൻസ് വരുമ്പോഴേക്കും ഞാൻ ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി മരുന്ന് തന്നു. പക്ഷെ ഞാൻ അങ്ങനെ തോന്നുമ്പോൾ തന്നെ രാത്രിയാണ് മിക്കവാറും വരുന്നത്, വെളുപ്പിനൊക്കെ ഒറ്റക്കായിരിക്കും. അപ്പോൾ പിടിച്ച് പോയി ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിശിട്ട് ചെവിയിലും തേച്ച് ഒരു തുള്ളി നാക്കിലും ഇട്ട് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ ഇയർ ബാലൻസിൻ്റെ ആ കറക്കം മാറും. അതിനുള്ള ഗുളിക തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എവിടെ വെച്ചേക്കണത് പോലും ഞാൻ ഓർക്കണില്ല. അത് ഞാൻ ഒരുപാട് നാളായിട്ടത് കഴിച്ചിട്ടില്ല. അങ്ങനെ അതിൽ നിന്ന് അമ്മ ഒരുപാട് രക്ഷിച്ചു. പിന്നെ ഈ ബെൽറ്റ് നടുവിൻ്റെ പ്രശ്നത്തിൽ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ അതുകൂടാതെ എൻ്റെ നാത്തൂന് ബെഡ് സോറായിട്ട് ഇവിടെ 1 രൂപ വലിപ്പത്തിൽ പൊട്ടി. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാന്തി പൊട്ടിയാന്നാണ് മോള് വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ റൗണ്ടിൽ ബെഡ് സോറാണ്. അപ്പോൾ പിന്നെ വേഗം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപ ഉണ്ടാവും. ആ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി നാത്തൂന് ഇവിടെ ക്ലീൻ ചെയ്ത് പുരട്ടി കൊടുത്ത് നേരെ വെളുത്തപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഉണങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോള് പറയും, ആൻറ്റി ഇത് എന്തൊരു അത്ഭുതമാണ് ആൻറ്റി, ഇതേ ഉണങ്ങി വെളുത്ത നിറമെന്ന് പറഞ്ഞ്. ഞങ്ങളൊരു മെഡിസിനും പുരട്ടിയില്ല. ആ ഉടമ്പടി തൈലം പുരട്ടി തന്നെ ബെഡ് സോറ് ഉണങ്ങി. അപ്പോൾ പിന്നെ ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഡോക്ടറിന് ചീട്ടെടുത്തു മെഡിക്കൽ ടെസ്റ്റിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പൊടി പുരട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് വാങ്ങിച്ചില്ല, പുരട്ടിയിട്ടുമില്ല. ഇപ്പം നാത്തൂൻ ഓക്കെ ആയിരിക്കണം. പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. അപ്പോൾ ഞങ്ങൾക്ക് ഭൂമിയുടെ പോക്ക് വരവൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോക്ക് വരവ് നടത്തണം എന്നുള്ളൊരു അറിവില്ലായിരുന്നു. ഭർത്താവിൻ്റെ പേരിലാണ്, സ്വാഭാവികമായിട്ട് മക്കൾക്ക് ഉള്ളതാണെല്ലാം എന്നൊരു ധൈര്യത്തിലിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തിലൊരു സാക്ഷ്യം കേട്ട് ഒരു അമ്മച്ചി വന്ന് പറയണത് 50 വർഷമായി അവരുടെ അപ്പം മരിച്ചിട്ട് ഏക മകളായിരുന്നുകൊണ്ട് അങ്ങനെ നടത്തിയില്ല, പോക്കുവരവ് നടത്തിയില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അത് കേട്ടപ്പോഴാണ് എനിക്ക് ആകെ ടെൻഷനായത്. പിന്നെ 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞ പിന്നെ ഇത് അറിയണത് ഞാൻ. പിന്നെ ഒരു വിധത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. 15 വർഷം കഴിയുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു പോക്കുവരവ് നടത്താൻ. അപ്പോൾ ഡെയിലി ഇവിടെ ഞാൻ പ്രാർത്ഥനയുടെ അടിയിൽ നിയോഗം ടൈപ്പ് ചെയ്ത് വിടും. പിന്നെ വണക്കമാസത്തിന് ടൈപ്പ് ചെയ്ത് വിടും. എൻ്റെ അമ്മ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ ഒത്തിരി പ്രാർത്ഥിച്ച് ഇതൊന്ന് നടത്തി തന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം, എനിക്കറിയാം അമ്മ നടത്തി തരുമെന്ന്. സമാജത്തിൻ്റെ അധികാരിയല്ലേ, എന്നെ അത് ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ ഇത് നടത്തി തരുമെന്ന് പറഞ്ഞ് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അതെല്ലാം ഓക്കെ ആയി. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഉടമ്പടി കാശ്രൂപമായിട്ടാണ് പോയത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലും കോർപ്പറേഷനിലൊന്നും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ശരിയാക്കി തന്ന്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇതോടുകൂടി എനിക്കെല്ലാം ശരിയാക്കി കിട്ടി. ഇപ്പം എനിക്ക് ഓക്കെ ആയി. പിന്നെ എൻ്റെ മോൾക്ക് ജോലിക്ക് പോകാതെ ഇരുന്നിട്ട് അവൾ പ്രാർത്ഥിച്ച് ഇപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി ദുബായിലുള്ള മോൾക്ക് ബുദ്ധിമുട്ട് കണ്ടിട്ട് അവൾ ജോലിയിൽ നിന്ന് മാറി. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് തന്നെ ജോലിക്ക് കയറി. ഇപ്പോൾ അവൾ ഹെൽത്തിയാണ്. ദൈവത്തിന് 100 നന്ദി പറയുന്നു.